വേണമെങ്കിലും വെള്ളത്തിലൂടെ ഓടാം, ചാടാം. ഒന്നുറപ്പ്, നിങ്ങൾ ഒരിക്കലും മുങ്ങില്ല. ഭൂമിയുടെ ഓരോ സ്പന്ദനവും അടുത്തറിയാം. അത്യാധുനിക സാങ്കേതിക വിദ്യയായ ആക്റ്റീവ് സ്ലേറ്റ് എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെയായിരുന്നു ടോക്കിയോയിൽ പ്രദർശനം നടന്നത്. സോണി PCL വികസിപ്പിച്ചെടുത്ത തറയിൽ ഉപയോഗിച്ചിരുന്ന ഹാപ്റ്റിക് പ്ലേറ്റുകൾ ഒരാൾ മഞ്ഞുപാളിയിലൂടെയോ ബീച്ചിലൂടെയോ പാലത്തിലൂടെയോ നടക്കുകയാണെന്ന തോന്നൽ ഉണ്ടാക്കുന്നു. പ്രായം മറന്ന് അവർ എല്ലാവരും ആസ്വദിച്ചു. കലയിൽ നേരിട്ട് പങ്കാളിയാവുകയും ഒരേ സമയം തന്നെ കലയെ കൂടുതൽ ആസ്വദിക്കുകയും അടുത്തറിയുകയും ചെയ്യുന്നതാണ് ഇമേഴ്സീവ് ആർട്ട് എക്സിബിഷൻ. ഈ കാഴ്ചകളെല്ലാം കണ്ണുകൾക്കും കാതുകൾക്കും അവിശ്വസനീയമാണ്. അവർ വീണ്ടും വീണ്ടും ചിത്രങ്ങൾ പകർത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. അപ്പോൾ ടോക്കിയോയിൽ നടന്ന ഇമേഴ്സീവ് ആർട്ട് എക്സിബിഷനിലാണ് ഈ ഒരു മനോഹര ദൃശ്യാനുഭവവും മനോഹരമായ മറ്റൊരനുഭവവും എല്ലാം ജനങ്ങൾക്കായിട്ട്, സാധാരണക്കാർക്കായിട്ട്, കൗമാരക്കാർക്കായിട്ടൊക്കെ സമ്മാനിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളെല്ലാം നമുക്ക് അഷ്ടമി ഷാജർ പറഞ്ഞു തരും. ക്രിയേറ്റീവായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ദൃശ്യവിസ്മയം, അതാണിപ്പോൾ നമ്മൾ കണ്ട ഇമ്മേഴ്സീവ് ആർട്ട് എക്സിബിഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്തൊരു അനുഭവം പറയണമെന്ന് തോന്നി. അതായത് ഞാനൊരു LP സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ആദ്യമായിട്ട് പഠിച്ചൊരു പാട്ടെന്ന് പറയുന്നത് മാടത്തക്കിളി മാടത്തക്കിളി എന്ന് പറയുന്നൊരു പാട്ടാണ്. ഇപ്പോൾ 90s കിഡ്സിനൊക്കെ ഏകദേശം ആ പാട്ട് ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. ആ പാട്ട് ഞാൻ പഠിക്കാൻ കാരണം അത് ഞാനിങ്ങനെ സങ്കല്പിക്കുമായിരുന്നു. അങ്ങനെ ആ സങ്കല്പത്തിൻ്റെ പുറത്താണ് ഞാൻ ആ കവിത ആദ്യമായിട്ട് കാണാതെ പഠിക്കുന്നത്. ഇപ്പോൾ ഈ 2025 ഒരു കുട്ടിക്ക് അങ്ങനെ സങ്കല്പിച്ച് മാത്രം ഒരു കവിത പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളെ ടെക്നോളജിയൊക്കെ അത്രയും തന്നെ വളർന്നു കഴിഞ്ഞു. അപ്പോൾ അവർക്കത് സങ്കല്പിക്കുകയും ചെയ്യാം. അത് ടെക്നോളജി ഉപയോഗിച്ച് അവരെ കൺമുന്നിൽ ദൃശ്യമാകുകയാണ്. അവർക്കത് തൊട്ട് നോക്കാം, അവർക്കത് കാണാം, കേൾക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മളെ സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞു. അതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട ഈ ഒരു പാക്കേജിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ദൃശ്യം എന്ന് പറയുന്നത് നമ്മുടെ സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നു എന്ന് മനസ്സിലാക്കി തരുന്നൊരു കാഴ്ചയാണ്. നമ്മളെ VR AR ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ ആർക്ക് വേണമെങ്കിലും ഒരു കഥയോ കവിതയോ വെർച്വൽ റിയാലിറ്റിയിലൂടെ നമ്മളെ കൺമുന്നിൽ എത്തുകയാണ്. നമുക്കത് കൺമുന്നിൽ കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ സാങ്കേതിക വിദ്യയിലൂടെ വിരിഞ്ഞ ഒരു ദൃശ്യ വിരുന്നിനെ കുറിച്ചാണ് അഷ്ടമി ഷാജൻ കൂടുതലായി പങ്കുവച്ചത്. അപ്പോൾ അഷ്ടമിയുടെ പിറന്നാൾ കൂടിയാണെന്ന്. അപ്പോൾ അഷ്ടമിക്ക് പിറന്നാൾ ആശംസകൾ.